ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 8:30 മണിയോടെ ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിഡംഷൻ പള്ളി പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡൽഹി കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷന് സമീപത്ത് നിന്ന് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, സുരക്ഷാ വലയത്തിലായോ ഈ പള്ളി? ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ്. വെരി ഗുഡ് മോർണിംഗ് SKN, മെറി ക്രിസ്മസ്. SKN സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സുരക്ഷാ വലയത്തിലാണ് ഡൽഹിയിലെ ഈ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ ഉള്ളത്. നേരത്തെ തന്നെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സുരക്ഷാ മേഖലയ്ക്ക് ഉള്ളിലാണ്. രാഷ്ട്രപതി ഭവന്റെ 38ാം ഗേറ്റിന് നേരെ എതിർഭാഗത്തായാണ് ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്തത് ആയി തന്നെ പാർലമെന്റ് അടക്കമുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളുമുണ്ട്. ഡൽഹിയിലെ ഏറ്റവും മനോഹരമായ ദേവാലയങ്ങളിൽ ഒന്നാണ് ഇത്. ഈ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ എന്നുള്ളത് ഡൽഹി ഒരു രാജ്യതലസ്ഥാനമായി മാറുന്ന അത്രത്തോളം ചരിത്രമുള്ള വളരെ മനോഹരമായ ഒരു ചർച്ച് കൂടിയാണ്. ഈ ദേവാലയം ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു ദേവാലയമാണ്. 1927 ഈ ഒരു ദേവാലയത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശനം നടത്തുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ഇവിടെയായിരിക്കും അദ്ദേഹം ക്രിസ്മസ് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുക. രാവിലെ 8:30 പ്രധാനമന്ത്രി ഈ ദേവാലയത്തിൽ എത്തി ഈ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. ഇന്ന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷിക ദിനം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഈ ദേവാലയത്തിലേക്ക് എത്തി ക്രിസ്മസ് ദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. കഴിഞ്ഞ വർഷം അദ്ദേഹം ഡൽഹി തിരുഹൃദയ ദേവാലയത്തിലായിരുന്നു ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് സന്ദർശനം നടത്തിയത്. ആദ്യമായാണ് ഈ ഒരു വൈസ്രോയ് ചർച്ച് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഈ പൗരാണികമായ ദേവാലയത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പ്രധാനമന്ത്രിയെ അനുഗമിക്കും. മറ്റ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഈ ഒരു ദേവാലയ സന്ദർശനത്തിനായി എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് BJP നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവരും ഇന്ന് ദേവാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് ലോക് ഭവനിലെ ക്രിസ്മസ് ദിന ആഘോഷങ്ങളിലായിരിക്കും രാവിലെ 11:30 പങ്കെടുക്കുക. ആ ആഘോഷങ്ങളുടെ പ്രത്യേകത അവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പമായിരിക്കും BJP ദേശീയ അധ്യക്ഷന്റെ ക്രിസ്മസ് ദിന ആഘോഷം ഇത്തവണ ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റ് പ്രമുഖ BJP നേതാക്കളും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അവസാന ഘട്ടത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ചുള്ള അറിയിപ്പ് ഈ ദേവാലയ അധികൃതർക്കെല്ലാം തന്നെ നൽകിയത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണാൻ കഴിയും. വലിയ തോതിലുള്ള പോലീസ് വിന്യാസം ഇവിടെയുണ്ട്. കേന്ദ്ര സേനാംഗങ്ങൾ, ഒപ്പം തന്നെ ഡൽഹി പോലീസ്, പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ വിഭാഗം ഉൾപ്പെടെയുള്ളവർ സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കി ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കർശനമായ പരിശോധനകളോടെ മാത്രമാണ് ആളുകൾക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ മറ്റ് വിശ്വാസികളടക്കമുള്ളവരോട് സംസാരിക്കുമോ എന്നുള്ളതും ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഇത്തവണ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആക്രമണങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവത്തിൽ ഈ സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുമോ എന്നുള്ളതും നിർണായകമാകും. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ ഒരു ദേവാലയത്തിൽ പൂർത്തിയായിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹി വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.